روح سيدنا وحبيبنا محمد مصطفى صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. രണ്ടാമത് വടക്കാങ്കര കുടുംബ സംഗമമാണ് നടക്കുന്നത്. 2011 നമ്മൾ ഈ തുടക്കം കുറിച്ചത്. ഇപ്പോൾ 13 വർഷത്തോളമായി. തുടക്കത്തിൽ തന്നെ നമ്മോട് സഹകരിക്കുന്ന പേരിട്ട് സഹകരിക്കുകയും നമുക്ക് മുന്നിൽ നിൽക്കുകയും ചെയ്തിരുന്ന ഈ ഇബ്രാഹിം ഫൈസി ഉസ്താദിൻ്റെ നാമധേയത്തിൽ നഗരിയിലാണ് നമ്മൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ് എന്നും കുടുംബം എന്തിന് എന്ന വിഷയത്തിൽ വളരെ നല്ല ഗ്രഹണമായ ക്ലാസ് നടത്തിയിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ മഹത്തായ അനുഗ്രഹീതമായ ഒരു സദസ്സാണ് വടക്കേങ്കര എന്ന് പറയുന്ന ഒരു കുടുംബ സംഗമമാണിത്. മുമ്പ് കുടുംബങ്ങളാണ് എന്ന് വരെ അറിയാതിരുന്ന ആളുകൾ ഇങ്ങനൊരു സംഗമം നടക്കുമ്പോൾ ഇയാളും എൻ്റെ കുടുംബത്തിലായിരുന്നു എന്ന് നമ്മൾക്ക് അപ്പോഴായിരിക്കും ബോധ്യം ഉണ്ടാകുക. എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായ മുജീബ് കാളിക്കാവ്. നമ്മുടെ കുടുംബത്തിൻ്റെ സംഗമമാണിത്. ഒരു വീട്ടിൽ നിന്ന് വന്ന ഏട്ടത്തിയും അനുജത്തിയും അവരെ മക്കളും സംസാരിച്ച് അവിടെ ഇരിക്കാനോ അവർക്ക് അവരുടെ വീട്ടിലത്തെ കഥ പറയാനോ ആണെങ്കിൽ ഈ സംഗമം സംഘടിപ്പിക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ സംഗമം നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാനല്ല. വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരും വളരെ പ്രഗത്ഭമായ ക്ലാസ് എടുക്കുന്ന പല വ്യക്തികളെയും ഇതിൻ്റെ സംഘാടകർ ഇതിലേക്ക് വിളിക്കപ്പെട്ടിട്ടുള്ളത് ലക്ഷങ്ങൾ ചെലവഴിച്ച് മലപ്പുറം ജില്ലയിലെ അല്ലെങ്കിൽ മറ്റു പ്രദേശത്തുള്ള ഈ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും ഇവിടേക്ക് വിളിച്ചിട്ടുള്ളത് ആ സംഗമത്തിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും കേൾക്കുന്നതിന് വേണ്ടിയാണ്. ആ ശബ്ദം എല്ലാവരും കേൾക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ സ്റ്റേജും ഇവിടെ മൈക്കും ഒരു സിസ്റ്റം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതല്ലാതെ കുറേ ആളുകൾക്ക് കൂടിയിരുന്ന് വർത്താനം പറയാനുള്ള ഒരു വേദി അല്ല ഇത് എന്ന് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ അംഗങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നമ്മളെ കുടുംബത്തിൻ്റെ ഒരു സംഗമമാണിത്. ഇതിൽ വാളണ്ടിയർമാർ നിയന്ത്രിക്കുക, അധ്യക്ഷൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക എന്നതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു സംഗമമാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ബഹുമാനായ നേരത്തെ ഇവിടെ പണ്ഡിതന് ക്ലാസ് എടുത്തപ്പോൾ അദ്ദേഹം വളരെ ഖുർആനിലെ വളരെ പ്രസക്തമായ ഒരായത്ത് വലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ എന്ന ആയത്ത് ഓതി അദ്ദേഹം വിശദീകരിച്ചു. ഞാൻ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന സഹോദരി സഹോദരന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളത് കേട്ടിരുന്നോ എന്ന് ചോദിച്ചാൽ പലരും പണ്ട് ചലച്ചിത്രഗാനത്തിൻ്റെ ഇടയിലെ പരസ്യം കേട്ടതുപോലെ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിട്ടിരിക്കുകയാണ്. അതിനല്ല സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. സംഗമം നേരത്തെ ഇവിടെ പറഞ്ഞു എന്ന് സംഘടിപ്പിച്ചതാണ് നമ്മൾ.
കഴിഞ്ഞൊരു സംഗമം അവിടെ സംഘടിപ്പിച്ചു. അതിനുശേഷം ദീർഘമായ സമയത്തിന് ശേഷം ഒരു സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് മുഴുവൻ ആളുകളും കാണാനും അവർക്കും പരിചയപ്പെടാനും അവർക്ക് വളരെ ഉൾക്കൊള്ളാവുന്ന ഒരു ക്ലാസ് സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രഗത്ഭ പ്രാസംഗികൻ സിൻഹാറുൽ ഹക്ക് ഉദവി, അതുപോലെ തന്നെ ഫിലിഫ് മമ്പാടി ഉൾപ്പെടെയുള്ള ഈ നിയോജക മണ്ഡലത്തിൻ്റെ MLA ഉൾപ്പെടെയുള്ള വിശിഷ്ട അതിഥികൾ നമ്മെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ചില മൂല്യങ്ങൾ നമുക്ക് കിട്ടുകയും അത് നമുക്ക് പകർത്താൻ കഴിയുകയും ചെയ്യുക എന്നതാണ് ഈ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരസ്പരം സംസാരിക്കാനല്ല. ഇന്നലെ ഫോൺ ചെയ്തവർ, ഇന്നലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്തവർ, അവർക്ക് സംസാരിക്കാനല്ല ഇത് എന്ന് ഇതിൻ്റെ മുഴുവൻ അംഗങ്ങളും മനസ്സിലാക്കണം. അതോടൊപ്പം അതിൻ്റെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ആരും ആരോടും അവിടെ വന്ന് ഇരിക്കാൻ പറയുക എന്നല്ല. നമ്മുടെ പ്രോഗ്രാമാണ്, നമ്മളെ വീട്ടിലെ സൽക്കാരാണ്, നമ്മളെ വീട്ടിലെ കല്യാണമാണ്. ആ ഒരു ബോധ്യത്തോടു കൂടി ഇതിനെ ഉൾക്കൊള്ളണം. സ്ത്രീകൾ അവിടെ എപ്പോഴും നിൽക്കുന്നുണ്ട്, ഒറ്റപ്പെട്ട സ്ത്രീകൾ. മുന്നിലെ വരിയിൽ സ്ഥലം ഒഴിവുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ ഹാളിൻ്റെ പുറത്ത് പരസ്പരം ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ സംഘാടകൻ ചെയർമാൻ അബൂബക്കർ സാഹിബ്, കൺവീർ ലത്തീഫ് സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ ഓരോ സെക്ഷനും ഓരോരുത്തരെ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഏൽപ്പിക്കപ്പെട്ട പണികൾ അവർ ചെയ്യുക എന്നതല്ലാതെ വന്ന മുഴുവൻ ആളുകളും ഈ ഓഡിറ്റോറിയത്തിൽ കയറിയിരുന്ന് ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധാപൂർവം കേൾക്കണമെന്നും നിങ്ങളെ ഇരുന്ന് സംസാരിക്കുന്നതിന് വേണ്ടി അല്ല വിളിച്ചിട്ടുള്ളത് എന്ന ഗൗരവം നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ആ സംശയ പ്രസംഗം നടത്തുന്നില്ല. ഞാൻ പിന്നീട് ഒഴിവുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും എനിക്ക് പറയാൻ കരുതിയ മർമ്മപ്രധാനമായ ചില കാര്യങ്ങൾ പറയാം. മലപ്പുറം ജില്ലയിൽ 400-ലധികം വർഷം പഴക്കമുള്ളൊരു കുടുംബമാണ്. പല കുടുംബത്തെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവരുടെ ബാപ്പാൻ്റെ വാപ്പ 3-4 പിതാവിൻ്റെ പേര് കഴിഞ്ഞ് അവർക്ക് മുസ്ലിം പേര് പറയാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ കുടുംബം അങ്ങനെയല്ല. 10-15 മുസ്ലിം പേരുകൾ പറയാൻ പറ്റാവുന്ന വലിയൊരു കുടുംബമാണ്. ദഅവത്ത് ഉദ്ദേശിച്ചുകൊണ്ട് പല പ്രദേശങ്ങളിൽ നിന്നും മലപ്പുറം ജില്ലയിലെ പല ഭാഗത്തും താമസമാക്കിയവരാണ്. ഈ സമൂഹത്തിന് മാതൃക കാണിച്ചു കൊടുക്കേണ്ടവരാണ്. നേരത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ പോരുമ്പോൾ പറഞ്ഞു, പള്ളിക്കരക്കാരുടെ കുടുംബസംഘമുണ്ട്, വടക്കേക്കരക്കാരുണ്ട് അത്രയും എന്ന് പറഞ്ഞാൽ നാളെ അവിടെ പറയണം ഇവരെ കുടുംബസംഗമം ഒരു മാതൃകയാണ് എന്ന്. ആ രൂപത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും അവനവനെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു നല്ല സംഗമമായി ഇതിനെ മാറ്റാൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ ഈ സ്നേഹസംഗമത്തിൽ മറ്റൊരു ആശംസയുമായി നമ്മെ അഭിസംബോധന ചെയ്യുന്നു ഹുസൈൻ സഖാഫി തോട്ടുപോയിൽ. സാദരം അധ്യക്ഷന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാത്തു വസ്സലാമു അലാ മനിസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി അയിമ്മത്തിൽ ഹുദ. അമ്മാ ബഅദ്. യുവാക്കളെ, ഉമ്മമകന്മാരെ, വടക്കാങ്ങര കുടുംബ സംഗമത്തിലാണ് നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവിടെ നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇവിടെ പറയുന്ന ആളുകൾ ശ്രദ്ധിക്കാനാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ സംഗമം, നമ്മുടെ കുടുംബങ്ങൾ, ഒരുപാട് ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ബഹുമാന്യരായ അധ്യക്ഷ അവറുകളെ, വടക്കാങ്ങര കുടുംബത്തിൻ്റെ സാരഥികളായ നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഒരു ദീർഘമായ ആശംസാ പ്രസംഗത്തിൻ്റെ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മപങ്ങന്മാരെ, സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ, സുദീർഘമായി സംസാരിക്കുന്നില്ല, അതിൻ്റെ അവസരവും അല്ല. ഒരുപാട് ആളുകൾ ഇവിടെ സംസാരിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ കൂടലും ഈ പിരിയലും ഒരു സൽക്കർമ്മമായി അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. പ്രാർത്ഥനാ നിർഭരമായ വാക്കുകൾ നമുക്ക് സമ്മാനിച്ച ഉസ്താദ് അബ്ദുസ്സലാം മുസ്ലിയാർക്ക് സംഗമത്തിന്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. പ്രൗഢമായി സദസ്സിനടുത്തതായി ആശംസയർപ്പിക്കുന്നു നമ്മുടെ സംഗമം വർക്കിംഗ് ചെയർമാൻ റിയാസ് വടക്കാങ്ങര. ശ്രീ റിയാസ് വടക്കാങ്ങരയെ ആശംസാ ഭാഷണത്തിന് വേണ്ടി അധ്യക്ഷന് വേണ്ടി ക്ഷണിക്കുന്നു. കുടുംബ ബന്ധങ്ങൾക്ക് ഏറെ പ്രസക്തിയുള്ള ഈ കാലഘട്ടത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകുടുംബാംഗങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ കൂടലും പിരിയലും നാഥൻ നമ്മളിൽ നിന്ന് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും അവൻ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ.
ഈ അടുത്ത് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഇബ്രാഹിം ഫൈസി, അള്ളാഹു കബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ. ഈ കുടുംബ സംഗമത്തിൽ ആശംസകൾ അറിയിക്കുക എന്നുള്ളതോടൊപ്പം ഒരുപാട് രക്ഷിതാക്കൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് കൊണ്ട് അവരോട് ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ സമയം ആഗ്രഹിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത് നമ്മുടെ മക്കളുടെ കാര്യമാണ്. ഈ കലാപകലുഷിതമായ ഈ അന്തരീക്ഷത്തിൽ ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ എന്തെല്ലാം വാർത്തകളാണ് കാണുന്നത്, കേൾക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത് നമ്മുടെ മക്കളെ വളർത്തുന്ന കാര്യമാണ്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 4-5 വർഷം ആ കുട്ടിക്ക് ഉമ്മയോടായിരിക്കും ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുക ആ കുട്ടിക്ക് ഉമ്മയോടായിരിക്കും. അതിൻ്റെ ശേഷം അടുത്ത 4 വർഷം ഉപ്പയോടായിരിക്കും. ഇത് തിരിച്ചും ഉണ്ടാവും. അതിന് ശേഷമുള്ള 5 വർഷക്കാലം അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷം ആ കുട്ടിക്ക് അവരുടെ ഫ്രണ്ട്സായിരിക്കും എല്ലാം. അവരുടെ ഫ്രണ്ട്സ് പറയുന്നതായിരിക്കും അവർക്ക് ശരികൾ. ഉപ്പയും ഉമ്മയും അല്ലാതെ പാരൻസ് പറയുന്നത് അവർ അത്ര ചെവി കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ആ ഒരു സമയത്ത്, നമ്മുടെ കുട്ടികളുടെ ടീനേജ് സമയത്ത്, അഥവാ 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെ നമ്മുടെ കുട്ടികളുടെ കൂട്ടുകെട്ട് ആരുടെ കൂടെയാണെന്ന് പ്രത്യേകം നമ്മുടെ രക്ഷിതാക്കൾ, ഈ സദസ്സിൽ രക്ഷിതാക്കൾ ഉപ്പമാരും ഉമ്മമാരൊക്കെ കൂടുതലുണ്ടാവുകൊണ്ടാണ് ഈ സാന്ദർഭികമായി കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ആ ടീനേജ് സമയത്ത് നമ്മുടെ കുട്ടികളുടെ കൂട്ടുകെട്ട് ആരുടെ കൂടെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഈ ഒരു വൈകിയ വേളയിൽ നിങ്ങളോട് ഉണർത്താനുള്ളത്. പിന്നെ വിദഗ്ധന്മാർ പറയുന്ന ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അതായത് നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് ചീത്തയായിട്ടുണ്ട്, അതായത് ചീത്ത കൂട്ടുകാരുടെ കൂടെയാണ് കൂട്ടുകെട്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിദഗ്ധർ പറയുന്ന ഒരൊറ്റ കാര്യം, നിങ്ങളുടെ മക്കൾ രാത്രി ഭക്ഷണം കഴിക്കാൻ സ്ഥിരമായി നിങ്ങളുടെ കൂടെ ഇല്ല എങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോ, നിങ്ങളുടെ മക്കളുടെ കൂട്ടുകെട്ടുകൾ മോശമായിരിക്കാൻ സാധ്യത ഏറെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകുടുംബാംഗങ്ങളോട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ വടക്കാങ്കര കുടുംബ സംഗമത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നതോടൊപ്പം വരും വർഷങ്ങളിലും നമുക്ക് ഇതിലും ഭംഗിയായി പരിപാടികൾ നടത്താൻ അള്ളാഹു ഇതിനുള്ളൊരു ഇത് തുറന്നു തരുമാറാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വേദിയിൽ ആശംസകൾ അറിയിച്ചത് റിയാസ് തോട്ടുപൊയിൽ. ഇനി ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു അലവിക്കുഞ്ഞു ഫൈസി വടക്കാങ്ങര. അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുടുംബം എന്ന് പറയുന്നാൽ തന്നെ എന്താ, കൂടുമ്പോൾ ഇമ്പം, കണ്ടുമുട്ടുമ്പോൾ ഒരു സന്തോഷം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഒരു ഭക്തിഗാനത്തോടു കൂടി തുടങ്ങാം. മസ്ജിദുൽ ഹറം കാണാൻ ഉണരുന്ന ഫജ്ർ പോലെ ബിസ്മിയിൽ ഇതളിട്ട പൊരുള് പോലെ ഞാനെൻ തസ്ബീഹിൽ വിടരുന്നീ ഇരവിന്മേലേ. മസ്ജിദുൽ ഹറം കാണാൻ ഉണരുന്ന ഫജ്ർ പോലെ ബിസ്മിയിൽ ഇതളിട്ട പൊരുള് പോലെ ഞാനെൻ തസ്ബീഹിൽ വിടരുന്നീ ഇരവിന്മേലേ.
ആകക്കണ്ണിൽ സദലക്ഷം ശ്ലതബിംബം തെളിയുന്നു. അഹമ്മദു റസൂലിൻ്റെ സമാൻ കാണുന്നു. ആകക്കണ്ണിൽ സദലക്ഷം ശ്ലതബിംബം തെളിയുന്നു. അഹമ്മദു റസൂലിൻ്റെ സമാൻ കാണുന്നു. റബ്ബിൻ അഹദിയ പണിവേരായി നിലനിൽക്കുന്നു. മസ്ജിദുൽ ഹറം കാണാൻ ഉണരുന്ന ഫജ്ർ പോലെ ബിസ്മിയിൽ ഇതളിട്ട പൊരുള് പോലെ ഞാനിൻ തസ്ബീഹിൽ വിടരുന്നീ ഇരവിന്മേലേ. ഇരുളിൻ്റെ ഗുഹകളിൽ തിരിനാളം വിളങ്ങുന്നു. ഇരുലോക രഹസ്യത്തിൻ മറ നീങ്ങുന്നു. ഇരുളിൻ്റെ ഗുഹകളിൽ തിരിനാളം വിളങ്ങുന്നു. ഇരുലോക രഹസ്യത്തിൻ മറ നീങ്ങുന്നു. തിരുനബീറയോന്റെ കുതിരത്തെന്നറിഞ്ഞിടുന്നു. മസ്ജിദുൽ ഹറം കാണാൻ ഉണരുന്ന ഫജ്ർ പോലെ ബിസ്മിയിൽ ഇതളിട്ട പൊരുള് പോലെ ഞാനെൻ തസ്ബീഹിൽ വിടരും ഇരവിന്മേലേ. ചുടുചോര പ്രവാഹത്തിൽ ജ്വലിക്കും പോർക്കളം കണ്ട് ചുവപ്പാട് വെളുപ്പ് ചേർന്നഴക് കണ്ട് ചുടുചോര പ്രവാഹത്തിൽ ജ്വലിക്കും പോർക്കളം കണ്ട് ചുവപ്പാട് വെളുപ്പ് ചേർന്നഴക് കണ്ട് കൽവിൽ ചുണയുള്ള സ്വഹാബത്തിൻ നിരകൾ കണ്ട് മസ്ജിദുൽ ഹറം കാണാൻ ഉണരുന്ന ഫജ്ർ പോലെ ബിസ്മിയിൽ ഇതളിട്ട പൊരുള് പോലെ ഞാനിൻ തസ്ബീഹിൽ വിടരും നീ ഇരവിന്മേലേ. പിറവിയാൽ വെറും നീഗ്രോ അടിമയാം ബിലാലിൻ്റെ സ്വരഭംഗി വിളയാടും കുളിർ ബാങ്കിൻ്റെ പിറവിയാൽ വെറും നീഗ്രോ അടിമയാം ബിലാലിൻ്റെ സ്വരഭംഗി വിളയാടും കുളിർ ബാങ്കിൻ്റെ അലകൾ ഇരുകാതിൽ നിരന്തരം മുഴങ്ങുന്നുണ്ടേ.
മസ്ജിദുൽ ഹറം കാണാൻ ഉണരുന്ന ഫജ്ർ പോലെ ബിസ്മിയിൽ ഇതളിട്ട പൊരുള് പോലെ ഞാനെൻ തസ്ബീഹിൽ വിടരും നീ ഇരവിന്മേലേ. മസ്ജിദുൽ ഹറം കാണാൻ ഉണരുന്ന ഫജ്ർ പോലെ ബിസ്മിയിൽ ഇതളിട്ട പൊരുള് പോലെ ഞാനെൻ തസ്ബീഹിൽ വിടരും നീ ഇരവിന്മേലേ. താങ്ക് യു. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ ഫാത്തിമ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവരും ഹാപ്പി അല്ലേ? ഇതെന്തെങ്കിലും ഒരു സങ്കടപ്പെട്ടിരിക്കണ ആരും ഭക്ഷണമൊന്നും കിട്ടാത്തതുകൊണ്ടാണ്? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് നമ്മൾ ഇത്രയും നേരം കാത്തിരുന്നുകൊണ്ടിരുന്ന നമ്മുടെ ഫിലിപ്പ് മമ്പാട് സാർ, അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞാൻ ഈ വേദിയിലേക്ക് അധ്യക്ഷന് വേണ്ടിയിട്ടും നമ്മുടെ ഈ വടക്കാങ്ങര ഫാമിലിക്ക് വേണ്ടിയിട്ടും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം സർ, ഫിലിപ്പ് മമ്പാട് സാർ, നമ്മുടെ വടക്കാങ്ങര കുടുംബത്തിലേക്ക് 1000 സ്വാഗതം. ഒരുപാട് സന്തോഷമുണ്ട്. മനോഹരമായ നല്ലൊരു സദസ്സിലാണ് നിൽക്കുന്നത് വടക്കാങ്ങര കുടുംബ സംഗമം. ഈ മഹത്തരമായ ചടങ്ങിൻ്റെ സ്വാഗത പ്രഭാഷകൻ പ്രിയപ്പെട്ട അബ്ദുൽ അസീസ് അവറുകൾ, ഈ പരിപാടിയുടെ അധ്യക്ഷം അലങ്കരിച്ച പ്രിയപ്പെട്ട അബൂ ഹാജി അവറുകൾ, ഈ പരിപാടിക്ക് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ലത്തീഫ്, അതേപോലെ വേദിയിരിക്കുന്ന മറ്റ് മുഴുവൻ വിശിഷ്ട വ്യക്തിത്വങ്ങളും, വടക്കാങ്ങര കുടുംബ സംഗമത്തിൻ്റെ നല്ല നിമിഷത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുടുംബങ്ങളെ നിങ്ങൾക്കൊക്കെ ഫിലിപ്പ് മമ്പാടിനെ നന്ദി സ്നേഹം അർപ്പിക്കുകയാണ്. 1998 കേരള പോലീസിലേക്ക് PSC വഴി പ്രവേശനം, 26 വർഷത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പീരിയൻസും എക്സ്പെരിമെൻറ്റും, 26 വർഷത്തെ സർവീസ് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് പൂർത്തിയാക്കിയപ്പോൾ തോന്നി ഇനി ഒരു 7 വർഷവും 2 മാസം കൂടെ സർവീസ് ഉണ്ട്. പക്ഷേ ചില നിബന്ധനകളും ചില ജോഗ്രഫിക് ലൊക്കേഷനുകളും ചെറിയ ഇടങ്ങളിലൂടെ യാത്രയ്ക്ക് പോലീസ് സംവിധാനം ചെറിയ തടസ്സങ്ങൾ ഉണ്ടെന്ന് തോന്നിയപ്പോൾ സർക്കാരിലേക്ക് കത്തെഴുതി സ്വമേധയാ എൻ്റെ പോലീസ് സർവീസ് ജീവിതം സബ് ഇൻസ്പെക്ടർ എന്ന പദവി രാജിവെച്ചുകൊണ്ട് ഇപ്പോൾ സ്വതന്ത്ര പദവിയിലാണ്. ജീവിതത്തിൽ MD ഇല്ലാത്ത വീട്ടിനകത്ത് MDയുടെ പുസ്തകങ്ങളെ സാക്ഷിയാക്കി ഇന്നലത്തെ ആ ഒരു 1.5 മണിക്കൂറത്തെ ആ ഒരു നിമിഷം ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ നിമിഷമാണ്. ദ പ്രസന്റ് മൂമെന്റ് ഓഫ് ഇന്നബിറ്റബിൾ, മനോഹരമായ നിമിഷത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. ഞാൻ എപ്പോഴും ഇങ്ങനെ എൻ്റെ ജീവിതം ഇങ്ങനെ ഓർക്കുകയാണ്. ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിനകത്ത് ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് മമ്പാട് എന്ന പേരില്ല, ഫിലിപ്പ് എന്ന് മാത്രമേ ഉള്ളൂ.
ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എന്നെക്കുറിച്ച് സങ്കടമോർത്ത എൻ്റെ അമ്മയുണ്ട്. എന്നെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആകുലപ്പെട്ടൊരു അമ്മയുണ്ടായിരുന്നു എനിക്ക് എൻ്റെ ബാല്യ കൗമാര കാലഘട്ടത്തിനകത്ത്. ഒരുപക്ഷെ അറിയാതെ അമ്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നീ എങ്ങോട്ടെങ്കിലും നിന്ന് ഇറങ്ങിപ്പോ, നീ കാരണമാണ് ഞാൻ ഈ കണ്ണുനീർ കുടിക്കുന്നത്. പക്ഷേ ഇന്ന് രാത്രികളിൽ എത്ര ദൂരമാണെങ്കിലും എൻ്റെ യാത്ര എൻ്റെ വീട്ടിൽ അവസാനിക്കുന്നിടത്ത് എൻ്റെ വാഹനം കാർ പോർച്ചിൽ കയറിയാൽ മാത്രമേ എൻ്റെ വീടിനകത്ത് ലൈറ്റ് അമ്മ കെടുത്തുകയുള്ളൂ. എത്ര കഴിഞ്ഞാലും എത്ര നേരം വൈകിയാലും ഒരു പാർശ്വം തളർന്നു പോയ എൻ്റെ അമ്മ എൻ്റെ വരവ് കാത്ത് വീട്ടിൽ കാത്തിരിക്കുന്നുണ്ട്. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. ഈ പ്രതീക്ഷയാണ് എന്നെ നിങ്ങളെയൊക്കെ വഴി നടത്തുന്നത്. ഞാൻ എപ്പോഴും ആലോചിക്കുമായിരുന്നു, എൻ്റെ ബാല്യമെന്ന് പറയുന്നത് എൻ്റെ കൂട്ടത്തിൽ കൂട്ടുകൂടാൻ എൻ്റെ അയലൊക്കെക്കാരൊന്നും സമ്മതിക്കില്ലായിരുന്നു. ആ ഫിലിപ്പിൻ്റെ കൂടെ കൂട്ടുകൂടേണ്ട, കുരുത്തം കെട്ടവനാണ്, തലതെറിച്ചവനാന്നൊക്കെ പറയുന്ന ഒരു ബാല്യത്തിൻ്റെയും കൗമാരത്തിൻ്റെയും ഒക്കെ എക്സ്പീരിയൻസ് എൻ്റെ പിന്നിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഓരോ ദിവസങ്ങളിലും എൻ്റെ വീട്ടിലേക്ക് പലരും വരാറുണ്ട്, പല സങ്കടങ്ങളൊക്കെ പറയാറുണ്ട്, അവരുമായിട്ട് കുശലങ്ങൾ പങ്കുവയ്ക്കപ്പെടാറുണ്ട്. അവരോട് സംസാരിക്കാനുള്ള പദസമ്പത്ത് എനിക്ക് തരണമേ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ജീവിതം കുറച്ച് തിരക്കിലേക്ക് വന്നപ്പം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ചില ശൈലികൾക്കും പ്രവർത്തനങ്ങൾക്കും ഒക്കെ അടിമുടി ഒരു മാറ്റം വരുത്തണമെന്ന് നമുക്ക് തന്നെ സ്വമേധയാ നമുക്കൊക്കെ തോന്നും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുടുംബ സംഗമത്തിൽ ഞാൻ പറയാം, ചില മനുഷ്യരുടെ ഇടയിൽ ചില മനുഷ്യർക്ക് ചില സ്ഥാനങ്ങളൊക്കെ കിട്ടുമ്പോൾ ചില മനുഷ്യരുടെയൊക്കെ ചില ചിന്തകളും പ്രവൃത്തികളും നടത്തവും ഇരുത്തവും എല്ലാം ടോട്ടലി മാറും. അപ്പോൾ അത് ഞാൻ എന്തിനാ ഇവിടെ കൂട്ടിച്ചേർത്തെന്ന് ചോദിച്ചാൽ, നമ്മൾ ചിലക്കൊക്കെ ചില പരിഗണന കൊടുത്താൽ മതി, ചിലക്കൊക്കെ ചില ഇരിപ്പിടം കൊടുത്താൽ മതി. ആ ഇടപെടവും പരിഗണനയൊക്കെ കൃത്യമാണെങ്കിൽ ഒരുപക്ഷെ അവരുടെയൊക്കെ ചില രീതികളൊക്കെ അടിമുടി മാറും. ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? പരിഗണന ഇല്ല എന്നുള്ളതാണ്. പരിഗണിക്കുന്നില്ല, ആരും ആരെയും ഇന്ന് പരിഗണിക്കുന്നില്ല. ആർക്കും ഇന്ന് കേൾക്കാൻ സമയമില്ല, ആർക്കും ഇന്ന് കാണാനും സമയമില്ല. അതാണ് ലോകത്തിൻ്റെ പ്രശ്നം. എൻ്റെ ഇടത് ഭാഗത്തിരുന്നവരോട് ഞാൻ ചോദിച്ചു, കുറച്ച് പ്രായമുള്ള ആൾക്കാരടാ, 10, 65, 70 വയസ്സുള്ളവരുണ്ട്. അവിടെ വെച്ച് ലഹരി വസ്തുക്കൾ എന്താണെന്ന്. അപ്പോൾ ഓരോ പറഞ്ഞു, ബീഡി, കള്ള്, മുറുക്കാൻ, മൂക്കുപൊടി. മുറുക്കാൻ, മൂക്കുപൊടി, കള്ള്, ബീഡിയൊക്കെയാണ് 70 വയസ്സുകാലത്തിൽ ലഹരികൾ. 5ലും 6ലും 7ലും 8ലും പഠിക്കുന്നു പറയുന്നത് സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. മെത്തഡിൻ, ഹെറോയിൻ, ആഷിക്ക്, MDMA, അതിനെക്കുറിച്ചൊക്കെ പറയണേ. അപ്പോൾ നോക്കണം, ഈ വടക്കാങ്ങര കുടുംബ സംഗമത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ജാഗരൂകരാകേണ്ട എവിടെയെന്നറിയാമോ? കുടുംബം നയിക്കാൻ നിങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങളൊക്കെ കുടുംബം ഇമ്പോളാണ് അവിടെ വന്നിരിക്കുന്നത്. കുടുംബമില്ലാത്തവരാരും ഇവിടെ വന്നിട്ടൊന്നുമില്ല, അല്ലേ? കുടുംബം നയിക്കാൻ നിങ്ങൾക്കറിയാം. പക്ഷെ എത്ര സന്തോഷമുണ്ടെങ്കിലും സന്തോഷത്തിൻ്റെ നെറുകയിലിരിക്കുന്ന ഒരു കുടുംബത്തിൽ ഒരു മകൻ, ഒരു മകൾ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവനെന്ന് തിരിച്ചറിഞ്ഞാൽ ആ കുടുംബത്തിന് സന്തോഷം എവിടെത്തും? നശിച്ചു പോകും. എല്ലാ സന്തോഷങ്ങളും കെട്ടടങ്ങും. ഒരു വീട്ടിനകത്ത് ഒരു ഉമ്മയുടെ ഒരു ഉപ്പ അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിനെ നഷ്ടപ്പെട്ട ആ ഭാര്യയുടെ സങ്കടം എന്ന് പറയുന്നത് 4 ദിവസമാണ്. വെറും 4 days ആ പീക്ക് ടൈം. പക്ഷേ ആ അമ്മ, സഹോദരി 9.5 മാസക്കാലത്തുള്ള ഒരു മകനെ വയറ്റിനകത്ത് നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ ഒരു 16, 17 വയസ്സുകാരൻ മകൻ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടില്ല, പോലീസ് പിടിച്ചു, അല്ലെങ്കിൽ അവൻ്റെ പോക്കറ്റിനകത്തുനിന്ന് കഞ്ചാവ് കിട്ടി, ആൻസ് കിട്ടി, MDMA കിട്ടിയെന്ന് ഒരു ഉമ്മ അറിയുന്ന മാത്രയിൽ ആ ഉമ്മ 4 അല്ല 40 അല്ല 400 വർഷം കഴിഞ്ഞാലും ആ ഉമ്മയുടെ മനസ്സിൽ നിന്ന് ആ നീറ്റിൽ പോകൂല. പോകുമോ? സാമൂതിരിയുടെ നാടായിരുന്നു കോഴിക്കോട്. അവിടെ അങ്ങ് താമരശ്ശേരി അടിവാരത്ത് അവിടെ ഒരു ഉമ്മയുണ്ടായിരുന്നു, സുബൈദ, 52 വയസ്സുകാരി. സുബൈദ എന്ന് പറയുന്ന ഉമ്മ അർബുദ രോഗം വന്നതിന് ശേഷം ട്രീറ്റ്മെൻറ്റും കീമോ ഒക്കെ കഴിഞ്ഞ് അവർ ആഫ്റ്റർ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് മകളുടെ വീട്ടിൽ വിശ്രമിക്കുക. അപ്പോൾ തൻ്റെ മകന് 24 വയസ്സുകാരനായ ആഷിഖ് എന്ന് പറയുന്ന മകന് ജന്മം കൊടുത്തു എന്ന് പറഞ്ഞ കുറ്റം അവർ ചെയ്തിട്ടുള്ളൂ. മകന് വേണ്ടി അവർ ജീവിച്ചു. 2ാമത് വിവാഹം ചെയ്തിട്ടില്ല നല്ല പ്രായത്തിൽ. ആ മകന് വേണ്ടി ആ സാധു സ്ത്രീ 55 വയസ്സ് വരെ കാത്തിരുന്ന് ജീവിച്ചു. തൻ്റെ കയ്യിലെയും തൻ്റെ കഴുത്തിൽ കിടന്ന അവസാനത്തെ സ്വർണ്ണാഭരണം പോലും വിറ്റിട്ട് തൻ്റെ മകനെ സുബോധത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ DAD സെൻ്ററിലേക്ക് ആ ഉമ്മ കൊണ്ടുപോയി. അവിടെ എല്ലാം ഇറങ്ങി അനയ്ക്കാൻ കാട്ടിത്തരാടി എന്ന് പറയുമ്പോൾ DAD സെൻ്ററിൻ്റെ പുറത്ത് ആ നെറ്റിൻ്റെ പുറത്തു നിന്നുകൊണ്ട് കമ്പിയിൽ പിടിച്ചുകൊണ്ട്, ഇന്ന കുട്ടിക്ക് വേണ്ടിയിട്ടല്ലേ, ഇൻ്റെ മോന് വേണ്ടിയിട്ടല്ലേ, അല്ല സബൂറാകെന്ന് പറയുന്ന ഉമ്മയുടെ മുഖത്ത് നോക്കി പല്ലിറമ്പിയ 24 വയസ്സുകാരൻ. അങ്ങനെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുന്നപ്പോൾ ഉമ്മ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നു. ക്ഷീണിതയാണ് സുബൈദ. അങ്ങനെ മകളുടെ വീട്ടിൽ കുറച്ച് സ്വൈര്യം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ മകളുടെ വീട്ടിൽ അങ്ങ് കിടക്കുക കട്ടിലിൽ. അവിടെ ഉമ്മയോട് പോയിട്ട്
പൈസ ഉണ്ടെന്നൊക്കെ ചോദിച്ച് വഴക്കുണ്ടാക്കി അയൽപക്കത്ത് പോയിട്ട് തേങ്ങ വെട്ടുന്ന കത്തിയായിട്ട് തിരിച്ച് വന്നിട്ട് ആദ്യ വെട്ട് ചങ്കിന വെട്ടണേ. ആ ചങ്കിന് കിട്ടിയ വെട്ട് കിട്ടിയപ്പോ ഉമ്മയും കൊണ്ട് പൊങ്ങി. വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. കുഞ്ഞേ മോനെ എന്ന് വിളിച്ചു. രണ്ടാമത്തെ മോനെ എന്ന വിളിക്ക് കഴുത്തിന വെട്ട് അടങ്ങടി എന്ന് പറഞ്ഞിട്ട്. മൂന്നാമത്തെ വെട്ട് മുഖത്തിന. 6 വെട്ടുകൾ വെട്ടിയപ്പോ ആ ശരീരത്തിന്റെ ചലനം അങ്ങോട്ട് നിലച്ചു. 9.5 മാസക്കാലത്തോളം ഉദരത്തിൽ അങ്ങോട്ട് ചുമന്ന് നൊന്ത് പ്രസവിച്ച് പ്രത്യാശമർപ്പിച്ച ഒരു മകൻ പിറവി കൊടുത്തു എന്നതിന് പേരിൽ ആയുധമോങ്ങി ആ അമ്മയെ കൊന്നുകളഞ്ഞു. സാക്ഷര കേരളം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോയതാ ആ ദിവസം. അന്ന് 11 മണിക്ക് ലോകത്തിനോട് ആഷിഖ് എന്ന് പറയുന്ന 24 വയസ്സുകാരൻ പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കെന്താണെന്നറിയാമോ? ജന്മം കൊടുത്തതിന് ഞാൻ ഇല്ലാണ്ടാക്കി എൻ്റെ ഉമ്മനെ. ഇങ്ങനൊരു മകനെ ജന്മം കൊടുത്തതിനാ ഞാൻ ഇങ്ങനെ ചെയ്തതെന്നാ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, അല്ലേ? ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഒരു കുഞ്ഞും ഇത് കേൾക്കാതിരിക്കട്ടെ, ഒരു മനുഷ്യനും ഈ വാക്കുകൾ രണ്ടാമത് ആവർത്തിക്കാതിരിക്കട്ടെ. വടക്കാങ്ങര കുടുംബസംഗമത്തിലാകട്ടെ എൻ്റെ വാക്ക് അവസാനമായി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ലോകം അങ്ങനെയാ. നാളെ ഒരുപക്ഷെ നമ്മളുടെ ഇടയിൽ, നമ്മുടെ ദേശത്ത് ഇത്തരം കുഞ്ഞുങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ ഒന്നും നമുക്ക് പ്രവചനാതീതമാണ്. കാരണം എന്താ? ആഷിഖ് എന്ന് പറയുന്ന 24 വയസ്സായ കുഞ്ഞല്ല ആ കടും കൈ ചെയ്തത്. അവന്റെ ശരീരത്തിനകത്ത്, അവന്റെ രക്തത്തിൽ കടന്നിരിക്കുന്ന ഈ പറയുന്ന മെത്തലിൻ ഡയോക്സി മെത്താമെറ്റം എന്നറിയപ്പെടുന്ന മാരകമായ സുന്ദരി ഡ്രഗാണ് അവന് സൈക്കോമോട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടത്, അല്ലേ? എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന എൻ്റെ അമ്മയെ കൂടി ഓർക്കുക. അമ്മയ്ക്ക് തീരെ സുഖമില്ലാതിരിക്കുകയാണ്. ഇപ്പോൾ സോഡിയത്തിൻ്റെ കുറവുണ്ട്. അമ്മ എന്നാലും പലപ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട്, അമ്മ നീ ആരടാന്ന് ചോദിച്ചു. ഞാൻ നിന്നോട് ചെന്നപ്പോൾ നീ ആരടാ പറയടാന്ന് പറഞ്ഞു. അമ്മ ചോദിച്ചു, അമ്മ എന്നെ അറിയില്ല ചോദിച്ചു. ആ മക്കളെ എന്ന് പറഞ്ഞ് കയ്യൊക്കെ കയറി പിടിക്കും ഇങ്ങനെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എൻ്റെ അമ്മയെ കൂടി ഓർക്കുക. അതുപോലെ തന്നെ എൻ്റെ മകന് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PGക്കാണ് പഠിക്കുന്നത്. അവൻ്റെ ഒരു ആഗ്രഹം സിവിൽ സർവീസിന് വേണ്ടിയിട്ട് ഒരു അറ്റൻഡ് നടത്തുന്നുണ്ട്. എൻ്റെ മകനും കൂടെ വേണ്ടി പ്രാർത്ഥിക്കുക. അതേപോലെ ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ്. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ദുആ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഫിലിപ്പമ്പാടിൻ്റെ നന്ദി, സ്നേഹം. താങ്ക് യു ഓൾ ഓഫ് യു. ഇത് എത്രത്തോളം ഇതിന് വലിപ്പമുണ്ട്, ഇതിൻ്റെ പ്രസക്തി ഉണ്ട് എന്ന് അറിയില്ല. പക്ഷെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ ഉപഹാരം അദ്ദേഹം നമ്മുടെ VA ലത്തീഫ് അവറുകളും ഷെരീഫ് എന്ന നാണി എന്നിവർ ചേർന്നിട്ട് നിങ്ങൾക്ക് സമ്മാനിക്കുകയാണ്. എല്ലാവരും നല്ലൊരു കൈയടി കൊടുക്കണം കേട്ടോ. താങ്ക് യു സർ, താങ്ക് യു ലത്തീഫ് ക, താങ്ക് യു ഷെരീഫ് ക. മനോഹരമായ ഗാനവുമായി എത്തുന്നു ഇസ മെഹറിൻ ആൻഡ് പാർട്ടി. കൊച്ചു കലാകാരൻ ഷാനിബ് തൊട്ടുപോയിൽ ഒരു ഗാനവുമായി എത്തുന്നു. എൻജോയ്. മലരുകൾ വിടരുന്ന ചുണ്ടിൽ മധുരമലൊഴുകുന്ന തേനോ, മലരുകൾ വിടരുന്ന ചുണ്ടിൽ മധുരമലൊഴുകുന്ന തേനോ, മലരുകൾ വിടരുന്ന ചുണ്ടിൽ മധുരമലൊഴുകുന്ന തേനോ, മാരിവില്ലിൻ 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 വർണ്ണമോ മുഖം പവിഴ നിരയാണോ, മാരിവില്ലിൻ വർണ്ണമോ മുഖം പവിഴ നിരയാണോ, മലരുകൾ വിടരുന്ന ചുണ്ടിൽ മധുരമലൊഴുകുന്ന തേനോ, മലരുകൾ വിടരുന്ന ചുണ്ടിൽ മധുരമലൊഴുകുന്ന തേനോ. കൽവിലൊരൊപ്പന പാട്ടുണ്ടോ, കയ്യിൽ മുന്തിരിച്ചാറുണ്ടോ, ഇസ്സത്തിന്റെ ഹിക്മത്തിൽ അല്ലാഹനെ മറന്നിട്ട് തലപ്പാവ് വെച്ചോരേ, പുത്തൻ തലപ്പാവ് വെച്ചോരേ, സകാത്ത് നൽകാത്ത നിസ്കാര തഴമ്പിന് പടച്ചോൻ കാണൂല,
നമ്മുടെ പടച്ചോൻ കാണൂല. കൽബിലൊരൊപ്പന പാട്ടുണ്ടോ, കയ്യില് മുന്തിരി ചാറുണ്ടോ? കൽബിലൊരൊപ്പന പാട്ടുണ്ടോ, കയ്യില് മുന്തിരി ചാറുണ്ടോ? ഇസ്സത്തിന്റെ ഹിക്മത്തിൽ അല്ലാഹനെ മറന്നിട്ട് തലപ്പാവ് വെച്ചോരേ, പുത്തൻ തലപ്പാവ് വെച്ചോരേ. സക്കാത്ത് നൽകാത്ത നിസ്കാര തഴമ്പിനെ പടച്ചോൻ കാണൂല, നമ്മുടെ പടച്ചോൻ കാണൂല. കൽബിലൊരൊപ്പന പാട്ടുണ്ടോ, കയ്യില് മുന്തിരി ചാറുണ്ടോ? കൽബിലൊരൊപ്പന പാട്ടുണ്ടോ, കയ്യില് മുന്തിരി ചാറുണ്ടോ? അല്ല ഒന്ന് കൈയടിക്കോ? 14 രാവുദിച്ചത് മാനത്തോ, കല്ലായി കടവത്തോ? പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ, കണ്ണാടി കവിളത്തോ? 14 രാവുദിച്ചത് മാനത്തോ, കല്ലായി കടവത്തോ? പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ, കണ്ണാടി കവിളത്തോ? മധുവർണ്ണ പൂവല്ലേ, നറുനീല പൂമോളല്ലേ? മധുവർണ്ണ പൂവല്ലേ, നറുനീല പൂമോളല്ലേ? മധുരപ്പതിനേഴിൽ ലങ്കി മറിയുന്നോളെ, ലങ്കി മറിയുന്നോളെ. മധുവർണ്ണ പൂവല്ലേ, നറുനീല പൂമോളല്ലേ? മധുരപ്പതിനേഴിൽ ലങ്കി മറിയുന്നോളെ, ലങ്കി മറിയുന്നോളെ. എന്തേ ഇന്നും വന്നില്ല, എന്നോടൊന്നും ചൊല്ലില്ല? അനുരാഗം മീട്ടും ഗന്ധവൻ, നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ. ഓ ആകാശത്തോപ്പിൻ കിന്നരൻ. എന്തേ ഇന്നും വന്നില്ല, എന്നോടൊന്നും ചൊല്ലില്ല? അനുരാഗം മീട്ടും ഗന്ധവൻ, നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ. ഓ ആകാശത്തോപ്പിൻ കിന്നരൻ. അടുത്തെല്ലാവർക്കും അറിഞ്ഞ പാട്ട പാടോ? വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലുസുമിട്ടൊരു മൊഞ്ചത്തി, പൂന്താലി പുഴയൊരു വമ്പത്തി, പൂന്താലി പുഴയൊരു വമ്പത്തി. അസവിൻ്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലുസുമിട്ടൊരു മൊഞ്ചത്തി, പൂന്താലി പുഴയൊരു വമ്പത്തി, പൂന്താലി പുഴയൊരു വമ്പത്തി. അവളുടെ മുന്നും പിന്നും കണ്ടു കൊതിച്ചവർ, മിന്നും നെഹറും കൊണ്ട് നടന്നവർ, കൂടെ കൂടെ താടി വളർത്തി. എന്റെ കൽവിലെ വെണ്ണിലാവും നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലൂറും. അത്തറൊന്നു വേണ്ടേ, അത്തറൊന്നു വേണ്ടേ? എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ, എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലൂറും. അത്തറൊന്നു വേണ്ടേ, അത്തറൊന്നു വേണ്ടേ? എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. പാടിയാടി വന്നു, ഇസയായി പാടി വെണ്ണ,
ആ കെസുപാടിയാടി വന്ന് കിസ്സയായി പാടി പെണ്ണ് സാരസപ്പുമിഴിയുള്ളോളെ ഓമലേ കണ്ണാളേ കാതരേ പെണ്ണാളേ ൂരും പേരും ചേരും നേരം നാരിയാടെ ചാരത്തല്ലോ ചോദിച്ചല്ലോ കിന്നാരം കാതരേ പൂമോളേ ഓമലേ കണ്ണാളേ കെസുപാടിയാടി വന്ന് കിസ്സയായി പാടി പെണ്ണ് സാരസപ്പുമിഴിയുള്ളോളെ ഓമലേ കണ്ണാളേ കാതരേ പൂമോളേ ൂരും പേരും ചേരും നേരം നാരിയാളെ ചാരത്തല്ലോ ചോദിച്ചല്ലോ കിന്നാരം കാതരേ പൂമോളേ ഓമലേ കണ്ണാളേ. അവസാനത്തെ പാട്ട് എല്ലാവരും പാടുവോ? ആ പാടുവോ? വാതിലില്ല വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ പാതിയിൽ പാടാത്തൊരാ തേനൂരിടും വിശലാൽ നീ വാതിലില്ല വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ പാതിയിൽ പാടാത്തൊരാ തേനൂരിടും വിശലാൽ നീ ചെഞ്ചുണ്ടിൽ 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 ചേരോ ചെഞ്ചുണ്ടിൽ 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 ചേർന്നോ വാതിലില്ല വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ പാതിയിൽ പാടാത്തൊരാ തേനൂരിടും വിശലാൽ നീ വാതിലില്ല വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ പാതിയിൽ പാടാത്തൊരാ തേനൂരിടും വിശലാൽ നീ ചെഞ്ചുണ്ടിൽ 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 ചേർന്നോ ചെഞ്ചുണ്ടിൽ 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 ചേർന്നോ ചെഞ്ചുണ്ടിൽ 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 ചേർന്നോ ചെഞ്ചുണ്ടിൽ 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 ചേർന്നോ. താങ്ക് യു. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാൻ ഒരുപാട് സന്തോഷം. ശബ്ദത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് പാടിയിട്ട് പോണത്. എന്താണ് നിങ്ങളുടെ എല്ലാവരുടെ പ്രോഗ്രാമും എല്ലാവരും മനോഹരമാക്കുക. വീണ്ടും നമുക്കെല്ലാവർക്കും ഇതുപോലെ സംഗമിക്കാനുള്ള ഭാഗ്യം നാഥൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും. വേദി ഇതാ ഒരു ഉപഹാര സമർപ്പണത്തെ സാക്ഷിയാവുകയാണ്. പ്രശസ്ത ഗായകൻ ജംഷീദ് മഞ്ചേരിക്ക് ഉപഹാരം നൽകുന്നു. സംഗമം ഉപദേശക സമിതി അംഗം മിസ്റ്റർ ഷെരീഫ്. താങ്ക് യു സർ. താങ്ക് യു ഷെരീഫ് ഖാൻ.
ചരിതങ്ങൾ കുറിച്ചിടും സുവർണലിഖിതമിലായി മതിയൻ നിസ്സത്തും ശുചാത്തും വളർത്തിടും അറിവിൻ്റെ മുത്തൊളി വശകൂടെ നിതെറിയും മുഷിരോടെ സമസ്തയും വരവായി. നമ്മുടെ വടക്കേങ്കര കുടുംബത്തിൻ്റെ രണ്ടാമത് സംഗമമാണ് ഇവിടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടാൻ വേണ്ടി പോകുന്നത്. ഈ ഉദ്ഘാടന ചടങ്ങ് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഈ ചടങ്ങിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി ശ്രീ സഫീർ നമ്മുടെ പ്രോഗ്രാമിൻ്റെ നെടുന്തൂണായ അദ്ദേഹത്തെ സ്വാഗത ഭാഷണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ വേദിയെ ധന്യമാക്കിയ ബഹുമാനാദരവുകൾ നിറഞ്ഞ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സുന്ദരമായ ഈ സദസ്സിനെ സാന്നിധ്യം കൊണ്ട് അലങ്കരിച്ച എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ, സഹോദര സഹോദരിമാരെ, ഉപ്പ ഉമ്മമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നലകളിൽ നമ്മളോടൊപ്പം നടന്ന് നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുകൊണ്ട് നമ്മോട് വിട പറഞ്ഞ് വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും ബന്ധുമിത്രാദികളുടെയും നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഉസ്താദുമാരുടെയും കബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗപൂന്തമാക്കി കൊടുക്കുമാറാവട്ടെ. നാളെയുടെ നിമിഷങ്ങളിൽ ഞാനും നിങ്ങളും വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചാരണ ശുദ്ധിയോടുകൂടി ചൊല്ലി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരമകാരുണികനും പരമദയാലുവും പരമാധികാരിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വാലിഹായ ഒരു അമലാക്കി നമ്മിൽ നിന്നും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. വിശിഷ്യ ഈ അടുത്ത കാലത്ത് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട ഇബ്രാഹിം ഫൈസി ഉസ്താദിൻ്റെ മണ്ണറയെ അല്ലാഹു മണിയറയാക്കി പരിവർത്തിപ്പിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വടക്കാങ്ങര കുടുംബ സംഗമ സദസ്സിലാണ് ഞാനും നിങ്ങളും ഇന്ന് സന്നിഹിതരായിട്ടുള്ളത്. ഒരു കുടുംബ സംഗമത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജോ ഒരു വോയിസ് മെസ്സേജോ അയച്ചാൽ ഇത്രയും ആളുകളെ ഒരിടത്ത് ഒരുമിച്ച് കൂട്ടാൻ കഴിയില്ല. അതിനു പിന്നിൽ ഒരുപാട് ആളുകളുടെ പ്രയത്നമുണ്ട്, പരിശ്രമമുണ്ട്, കഠിനാധ്വാനമുണ്ട്, പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനത്തിനും പരിശ്രമത്തിനും കഠിനാധ്വാനത്തിനും ലക്ഷ്യം കണ്ടു, വിജയം കണ്ടു എന്നതിൻ്റെ തെളിവാണ് ഈ ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ. അൽഹംദുലില്ലാഹ്, ഇവിടെ നോക്കുമ്പോൾ സന്തോഷകരമായ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നമ്മുടെ സംഗമം സന്തോഷകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ മനസ്സിലൊരു നോവായി, ഒരു നീറ്റലായി ബാക്കിയാവുന്ന പേരാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഫൈസി ഉസ്താദിൻ്റെ വിയോഗം നമ്മളെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ നഷ്ടമല്ല ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഒരു കുടുംബ സംഗമം എന്ന് പറഞ്ഞാൽ കുറച്ചാളുകൾ ഒരു ഓഡിറ്റോറിയത്തിൽ വന്നു ചേർന്ന് പരസ്പരം സംസാരിക്കലും കൂടിയാടലും കുറച്ച് പ്രസംഗം കേൾക്കലും കുറച്ച് പാട്ട് കേൾക്കലും ഭക്ഷണം കഴിച്ച് പിരിയലും മാത്രമല്ല. ഒരു സംഗമത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വന്നു, നമ്മൾ ആരൊക്കെയാണ്, പരസ്പരം നമ്മൾ ബന്ധമെന്താണ് എന്ന തിരിച്ചറിവ് ഈ ഹോളിൽ നിന്ന് ഇവിടെ കൂടിയ ആളുകൾ പിരിഞ്ഞിറങ്ങുമ്പോൾ മനസ്സിലുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ കുടുംബ സംഗമത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് കുടുംബ ചരിത്ര വിശദീകരണ പ്രഭാഷണമാണ്. കഴിഞ്ഞ സംഗമം നടത്തിയപ്പോഴും ഈ സംഗമം നടത്താൻ തീരുമാനിക്കുമ്പോഴും കുടുംബ ചരിത്ര വിശദീകരണ പ്രഭാഷണം നടത്താൻ ആര് എന്ന ചോദ്യം ഈ സംഘാടകർക്ക് മുമ്പിൽ ഒരിക്കലും ഉയർന്നു വന്നിട്ടില്ല. കാരണം ഇബ്രാഹിം ഫൈസി എന്ന വലിയൊരു ഉത്തരം നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ആ ഉത്തരമാണ് ഇന്ന് നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ അയൽവാസിലാണ്, അതിലുപരി രക്തബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബ സ്നേഹത്തെ പറ്റി വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ നാട്ടിൽ ഈ സാധാരണ മഹല്ല് വീടുകളിലൊക്കെ ഒരു ദുആ മജ്ലിസ്, ഒരു പ്രാർത്ഥനാ സദസ്സ് നടക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഫൈസി അവിടെ ഉണ്ടെങ്കിൽ, ആ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, ആ സദസ്സിൽ എത്ര പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ടെങ്കിലും
ദുആ ചെയ്യാൻ, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ആളുകൾ ക്ഷണിക്കുക അല്ലെങ്കിൽ പറയുക ഇബ്രാഹിം ഫൈസി ഉസ്താദിനോടാകും. കാരണം ഏത് കുടുംബമാണെങ്കിലും, ഞങ്ങളുടെ നാട്ടിലെ ഏത് കുടുംബമാണെങ്കിലും ആ കുടുംബത്തിൻ്റെ മുഴുവൻ ചരിത്രവും അദ്ദേഹത്തിന് അറിയാം. ആ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ, വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ആളുകളുടെ പേരെടുത്ത് പോലും അദ്ദേഹം പ്രാർത്ഥിക്കും. ഒരുപക്ഷെ അവിടെ കൂടിയിരുന്ന ആളുകൾക്കോ ആ വീട്ടിലെ മക്കൾക്ക് പോലും അറിയാത്ത പേരുകൾ വരെ അദ്ദേഹം എടുത്ത് പ്രാർത്ഥിക്കും. അങ്ങനെയുള്ള മറ്റുള്ള ഇതര കുടുംബങ്ങളുടെ ചരിത്രം പോലും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാൾക്ക് നമ്മുടെ സ്വന്തം കുടുംബത്തിൻ്റെ, ഈ വടക്കാംകുര കുടുംബത്തിൻ്റെ ചരിത്രത്തെ പറ്റി എത്രത്തോളം അറിയാൻ കഴിയും, എത്രത്തോളം അതിനെക്കുറിച്ച് വിവരമുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെ നാടിനെക്കുറിച്ച് പരാമർശിക്കാൻ കാരണം, നമ്മുടെ കുടുംബത്തിൽ ഇത്രയും മഹാനായ ഒരു വ്യക്തി ജീവിച്ചിരുന്നു എന്ന് ഈ സദസ്സിനെ ബോധ്യപ്പെടുത്താനാണ്. നമ്മുടെ കുടുംബത്തിൽ കുടുംബ ചരിത്രം വിശദീകരിക്കാൻ ഇനി അങ്ങനെ ഒരാൾ നമ്മുടെ കുടുംബത്തിലില്ല. ഒരുപാട് പ്രഗത്ഭരുണ്ടാവാം, പക്ഷെ അത്രത്തോളം നമ്മുടെ കുടുംബത്തിൻ്റെ ചരിത്രത്തെ ആഴത്തിലറിയുന്ന ഒരു വ്യക്തിപരമായിട്ട് എനിക്കറിയാം. ഈ തോട്ടുപോയിൽ പ്രദേശത്തിൽ നിന്ന് ഈ കുടുംബ സംഗമത്തുമായി ബന്ധപ്പെട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്ന നിലയ്ക്ക് ലത്തീഫ് കയും അസിക്കയും കുഞ്ഞാവട്ടിക സ്വാഭാവികമായിട്ടും വിളിക്കലും മീറ്റിങ്ങിന് ക്ഷണിക്കലും പങ്കെടുക്കലും ഒക്കെ ആ ഭാഗത്ത് ഞാനായിരുന്നു. ഒരുപാട് ആളുകളുണ്ടെങ്കിലും അതിൽ ഏൽപ്പിക്കപ്പെട്ടത് തന്നെയായിരുന്നു, അല്ലെങ്കിൽ ക്ഷണിക്കപ്പെടുന്നത് തന്നെയായിരുന്നു. അപ്പോൾ ഇബ്രാഹിം ഫൈസി അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ട് അധികം നാളും പുറത്തായിരിക്കും. വെള്ളിയാഴ്ച ദിവസത്തിലൊക്കെ ആവും പിന്നെ അദ്ദേഹം നാട്ടിലുണ്ടാവുക. അദ്ദേഹം കണ്ടാൽ ഈ സംഗമം നടത്താൻ തീരുമാനിച്ച അന്ന് ഞാൻ ലത്തീഫൊക്കെ ഇരുന്ന് ഇതിൻ്റെ ഷെഡ്യൂൾ തയ്യാറാക്കിയപ്പോൾ പിന്നെ ഈ വേദി കൈകാര്യം ചെയ്യുന്നവരുടെ, ഈ വേദിയിൽ സംസാരിക്കുന്നവരുടെ പേരുകൾ അല്ലെങ്കിൽ ഷെഡ്യൂൾ തയ്യാറാക്കിയപ്പോൾ കുടുംബചരിത്ര വിശദീകരണ പ്രഭാഷണം ഇബ്രാഹിം ഫൈസി എന്ന് എഴുതി വെച്ചതാണ്. പിന്നീട് ആ പേരവിടെ നിന്ന് അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വേദിയിൽ വെട്ടിമാറ്റേണ്ടി വന്നു. പടച്ച റബ്ബ് അദ്ദേഹത്തിൻ്റെ കബറിടം സ്വർഗ്ഗപൂതമാക്കി കൊടുക്കുമാറാവട്ടെ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തോട് ഞാൻ അവസാനമായിട്ട് സംസാരിച്ചത് 2-ാം തീയതിയാണ്, ഡിസംബർ 2-ാം തീയതിയാണ്, ഒരു വെള്ളിയാഴ്ച ദിവസം. അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കാതെ, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കാതെ നമ്മൾ ഈ സംഗമം ഒരിക്കലും പൂർണ്ണതയെത്തിയില്ല എന്ന് വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രത്തോളം അദ്ദേഹത്തിൻ്റെ ഈ കുടുംബത്തിനോടുള്ള സ്നേഹം തിരിച്ചറിഞ്ഞ് വ്യക്തിപരമായിട്ട് അദ്ദേഹം എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം ഈ കുടുംബ സംഗമത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ 2-ാം തീയതി ഞാൻ പറഞ്ഞല്ലോ വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഈ സംഗമമായി ഈ ചരിത്ര വിശദീകരണ പ്രഭാഷണം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ഏറ്റെടുക്കുകയും പിന്നെയാണ് ഒരു വെള്ളിയാഴ്ച ദിവസം അദ്ദേഹം പള്ളിയിൽ വന്ന് അദ്ദേഹത്തിന് ക്ഷീണിതനായിരുന്നു. പള്ളിയിൽ വന്നിട്ട് പിന്നെ നേരെ അദ്ദേഹം പോയത് വീട്ടിലേക്കല്ല, ഞങ്ങളുടെ നാട്ടിൽ അസുഖബാധിതനായി കിടക്കുന്ന ഒരു സാമ്പത്തിക ശേഷി കുറഞ്ഞ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് സാമ്പത്തികം കണ്ടെത്താനും ആളുകളെ കണ്ട് അതിന് വേണ്ട സഹായങ്ങൾ പിരിച്ച് അത് ചെറിയൊരു സംഖ്യ കയ്യിലായിട്ട് അദ്ദേഹം നേരെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ്റെ അടുത്ത് അന്ന് രാത്രി അത് കൊണ്ടുപോയി കൊടുക്കുകയും ആ ദിവസമാണ് അദ്ദേഹം ഒരു അസുഖബാധിതനല്ലായിരുന്നു. അദ്ദേഹം ആരോഗ്യപരമായിട്ട് അദ്ദേഹത്തിൻ്റെ രീതി അദ്ദേഹം നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു പോയ ആളായിരുന്നു. ആ ദിവസമാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് രക്തം ഛർദ്ദിച്ചുകൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുന്നത്. 15 ദിവസം അദ്ദേഹത്തിൻ്റെ മകൻ സൽമാൻ സിദ്ദീഖ് ഇവിടെ അദ്ദേഹത്തിൻ്റെ പറ്റിയ സൽമാൻ സിദ്ദീഖ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹവും ഉപ്പയോട് കുറിച്ച് വിശദമായിട്ട് നിങ്ങളോട് സംസാരിക്കും. എങ്കിലും അദ്ദേഹം അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്, ICUവിൽ അഡ്മിറ്റ്, ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. ഒരു 15 ദിവസം പ്രാർത്ഥനയുടെ ഫലമെന്നോണം 15 ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം അസുഖം ഭേദമായി എന്ന് പറഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞ് അദ്ദേഹത്തെ വീട്ടിലേക്ക് റെസ്റ്റിന് പോന്ന് ഒരാൾ പോലും ആരും അദ്ദേഹത്തിൻ്റെ ഒരു മരണം പിന്നീട് ആരും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ അസുഖം ഭേദമായി പ്രാർത്ഥനകളെല്ലാം ഫലം കണ്ടു എന്ന ആശ്വാസത്തിൽ ഞങ്ങളുടെ നാടും നമ്മളെ കുടുംബവും നിൽക്കുമ്പോഴാണ് ഒരു തിങ്കളാഴ്ച ദിവസം 10 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ മരണവാർത്ത ഞങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നത്. സത്യം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പേര് പിന്നീട് വെട്ടിമാറ്റിയ ആ ഒരു രംഗമുണ്ട്. പിന്നെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, ഈ പരിപാടിയിൽ സംവദിക്കാനും ഈ പരിപാടിയിൽ നമ്മുടെ കുടുംബത്തെ പറ്റി എല്ലാ വിഷയങ്ങളും നിങ്ങളോട് സംസാരിക്കാനും വേണ്ടി അസുഖബാധിതനല്ലായിരുന്നുവെങ്കിലും ചെറിയൊരു ക്ഷീണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു 1 മണിക്കൂറൊക്കെ ഞാൻ സംസാരിക്കാം, പിന്നെ ലത്തീഫൊക്കെ കൂടി നിങ്ങൾ മാനേജ് ചെയ്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ സരസമായിട്ട് അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് പിന്നീട് അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയി പിന്നെ മരണപ്പെട്ടു എന്നൊക്കെയാണ്. നമ്മുടെ ഈ കുടുംബ സംഗമം ഇവിടെ നമ്മൾ കൂടാൻ കാരണക്കാരനായ ഒരു മനുഷ്യനുണ്ട്. ഞാൻ അദ്ദേഹത്തിന് എനിക്കൊരു സ്വൈരം തരാത്തൊരു മനുഷ്യൻ എന്നാ പറയില്ല ലത്തീഫാക്ക. ഒരു സ്വൈരം അയാൾ എനിക്ക് തരലില്ല. എപ്പോഴും അസിയാക്കൊക്കെ അറിയാം, രാവിലെ 8 മണിക്ക് തുടങ്ങും, 5 മണിക്ക് തുടങ്ങും അയാൾ വിളി. പിന്നെ അങ്ങനെ വിളിച്ച് പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ നമ്മളാരും ഇവിടെ ഒരുമിച്ച് കൂടില്ലായിരുന്നു. നമ്മളെ കുടുംബത്തിന് ഒരു അഡ്രസ്സ് ഉണ്ടാക്കി തന്ന പ്രിയപ്പെട്ട ലത്തീഫാക്ക എന്ന് പറഞ്ഞ വാക്കുകൾ കൊണ്ട് ഒതുക്കാൻ കഴിയുന്ന ഒരാളല്ല. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് UA ലത്തീഫ് സാഹിബ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
അതോടൊപ്പം തന്നെ പിന്നെ ഞാൻ നമ്മളെ ഈ കുടുംബ സംഗമത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട വെള്ളവങ്ങാട് അബുഹാജി ഈ കുടുംബ ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ അദ്ദേഹം പറയും. കാഴ്ചയിൽ വയസ്സായി എന്നൊക്കെ പക്ഷേ മനസ്സിന് പ്രായമായിട്ടില്ല എന്ന് നമ്മുടെ കുടുംബ സംഗമത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ കാട്ടിത്തന്ന എൻ്റെ പ്രിയപ്പെട്ട അബുഹാജിയെ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം ബഹുമാനവും സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ സൽമാൻ സുദ്ദീഖ്, ഇബ്രാഹിം ഫൈസിയുടെ മകൻ സൽമാൻ സുദ്ദീഖ് ഒരു പണ്ഡിതനാണ്, ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്നൊരു വാഗ്മിയാണ്. എല്ലാ കഴിവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഈ എല്ലാ മീറ്റിങ്ങുകളും പങ്കെടുക്കുമ്പോൾ ഞാൻ എപ്പോൾ ചെല്ലുമ്പോഴും അവിടെ ഞാൻ ചെല്ലുന്നതിന് മുമ്പേ ഇരിക്കുന്ന 2 ആൾക്കാരുണ്ടാവും. ഒന്ന് നമ്മളെ അസ്യാഖ ദസിദോസ തോട്ട് പോയിലും നമ്മളെ കുഞ്ഞാബുട്ടിയാക്കിയും അവരെ അവരൊന്നും വാക്കുകൾ കൊണ്ട് എന്താ പറയുക, അവരെ ഈ പറഞ്ഞ് ഫലിപ്പിക്കാനൊന്നും കഴിയും. എത്രയേറെ പരിശ്രമങ്ങൾ നടത്തുന്ന വ്യക്തിത്വങ്ങൾ അവരെ കേട്ടോ. എല്ലാ പരിപാടികളിലും, എല്ലാ മീറ്റിങ്ങുകളും, എല്ലാ വിഷയങ്ങളിലും ഓടി നടന്ന് അതിൻ്റെ എല്ലാ ഉപദേശങ്ങളും തന്ന് അബുഹാജി, കുഞ്ഞാബുട്ടിയൊക്കെ, ആസിയാക്ക അവരൊക്കെ പൊക്കോടൊപ്പം ഒരു ഭാഗമാക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ വലിയൊരു സൗഭാഗ്യമായിട്ട് കാണുന്നു. കുഞ്ഞാബുട്ടിക്കയും അസിയാക്കയും ഞാൻ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വേദിയിൽ കൂടി എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല, അറിയുന്നവരുണ്ട്, അറിയാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടി വീക്ഷിക്കാനും സേവിക്കാനും വേണ്ടി ഈ ഹോളിലേക്ക് എത്തിയ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെയും പെങ്ങന്മാരെയും സഹോദരിമാരെയും സഹോദരന്മാരെയും ജ്യേഷ്ഠന്മാരെയും മനുജന്മാരെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഉദ്ഘാടന പ്രസംഗം നടത്താൻ വേണ്ടി പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് UA ലത്തീഫ് സാഹിബിനെ ഈ പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട അധ്യക്ഷനവറുകളെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ, വടക്കാങ്ങര കുടുംബത്തിൻ്റെ 2ാമത്തെ സംഗമമാണ് ഇവിടെ നടക്കുന്നത്. ആദ്യത്തെ സംഗമം വളരെ നല്ല നിലയിൽ വിജയിച്ചു. 2ാമത്തെ സംഗമം അതിലേറെ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് നിങ്ങളെയൊക്കെ ഇവിടെ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഇതിൻ്റെ സംഘാടകരുണ്ട്. അവരെത്രമാത്രം പ്രശംസിച്ചാലും മതിയാവുകയില്ല. കാരണം മാസങ്ങളോളം നീണ്ട പ്രവർത്തനത്തിലൂടെ മാത്രമേ ഇങ്ങനെ എല്ലാവരെയും ഒന്നിച്ചിരുത്താൻ സാധിക്കുകയുള്ളൂ. ഒരു കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുണ്ടാവുന്നതാണ്. വടക്കാങ്ങര കുടുംബ സംഗമം സപ്ലിമെന്റ് പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി മണ്ഡലം MLA ശ്രീ ലത്തീഫ് സാഹിബ് അവർകളെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ കൺവീനർ അബ്ദുൽ ലത്തീഫ് അവർകളെയും ചെയർമാൻ ഷമീർ അവർകളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഐക്യത്തിൻ്റെയും ആവേശത്തിൻ്റെയും ആഘോഷ പെരുമയ പെയ്യുന്ന ഈ സംഗമവേദി ഇതാ മനോഹരമായൊരു സപ്ലിമെന്റ് സമർപ്പണത്തിന് സാക്ഷിയായിരിക്കുകയാണ്. താങ്ക് യു സർ. 13 വർഷത്തോളം വടക്കാങ്ങര കുടുംബത്തിൻ്റെ ഊരും പേരും അഡ്രസ്സും അടിത്തറയും തേടി കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ചുറ്റിക്കറങ്ങി നമ്മുടെ കുടുംബ സംഗമത്തെ ഈ കാണുന്ന ജനബാഹുല്യമായൊരു സദസ്സാക്കി മാറ്റിയതിൽ പ്രഗത്ഭ പങ്കുവഹിച്ച മിസ്റ്റർ അബ്ദുൽ ലത്തീഫ് വടക്കാങ്ങരക്കുള്ള ഉപഹാര സമർപ്പണം നടക്കുകയാണ്. മിസ്റ്റർ അബ്ദുൽ ലത്തീഫ് വടക്കാങ്ങരക്കുള്ള ഉപഹാരം നൽകുന്നു. ശ്രീ MLA ലത്തീഫ് അവർകൾ ഉപഹാരം നൽകുന്നു. പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് UA ലത്തീഫ്. ഇവിടെ എത്തിച്ചേർന്ന പ്രിയങ്കരനായ മഞ്ചേരി നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് UA ലത്തീഫ് അവർക്ക് ഞങ്ങൾ വടക്കാങ്ങര കുടുംബക്കാർ നൽകുന്ന ഞങ്ങളുടെ ഒരു സ്നേഹോപഹാരം സ്നേഹത്തോടെ സ്വീകരിച്ചാലും. നമ്മുടെ കുടുംബ സംഗമത്തിൻ്റെ ഭാഗമായി നടന്ന ഫുട്ബോൾ ടൂർണമെൻറ്റിൽ റണ്ണേഴ്സ് ട്രോഫി കരസ്ഥമാക്കിയ ടീമിനുള്ള ഉപഹാര സമർപ്പണം നടക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ടീം മാനേജറെയും നൽകുന്നതിന് വേണ്ടി ശ്രീ UA ലത്തീഫ് അവർകളെയും ക്ഷണിക്കുന്നു. റണ്ണേഴ്സിനുള്ള ട്രോഫിയാണ് നൽകുന്നത് പ്രിയങ്കരനായ മഞ്ചേരി നിയോജക മണ്ഡലത്തിൻ്റെ MLA ശ്രീ അഡ്വക്കേറ്റ് UA ലത്തീഫ് അവർകൾ. അതോടനുബന്ധിച്ച് തന്നെ വടക്കാങ്ങര കുടുംബ സംഗമത്തിനോടനുബന്ധിച്ച് നടത്തിയ ഫുട്ബോൾ മത്സരത്തിൽ വിജയികളായവർക്കുള്ള വിന്നേഴ്സിനുള്ള ട്രോഫി കൂടി ഈ വേദിയിൽ വെച്ച് ബഹുമാന്യനായ മഞ്ചേരി MLA നൽകപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ കൈകളാൽ നൽകുകയാണ്. ടീം അംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വടക്കാങ്ങര കുടുംബ സംഗമം ഫുട്ബോൾ ടൂർണമെന്റിൽ വിജയികളായ ടീം അംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവർക്കുള്ള ഉപഹാരം സമർപ്പിക്കുന്നു. അഡ്വക്കേറ്റ് UA ലത്തീഫ് അവർകൾ സർ പ്ലീസ്. താങ്ക് യു ഡിയർ MLA. താങ്ക് യു സോ മച്ച്.